ഒരുപാട് വാർത്തകളിൽ പ്രേക്ഷകരുടെ പ്രതികരണം കൂടി നമ്മൾ തേടിയിട്ടുണ്ട്. ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്നു. ഏപ്രിൽ 7 മുതൽ വാദം തുടങ്ങും. യുവതീ പ്രവേശനത്തിൽ അതിസൂക്ഷ്മ പ്രതികരണവുമായിട്ടാണ് കേരളം സുപ്രീം കോടതിയിലെത്തിയത്. പുനഃപരിശോധനയെ ഇതുവരെ എതിർത്തിരുന്നു എന്ന് കേരളത്തിന്റെ അഭിഭാഷകൻ. കേസിൽ വാദം നടക്കുക സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊള്ളുന്ന ഘട്ടത്തിലാണ്. ഇങ്ങനെ ഇന്നലെയാണെങ്കിൽ MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതായത് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം എന്നായിരുന്നു പ്രതികരണം. സ്വർണ്ണക്കൊള്ള, ആഗോള അയ്യപ്പ സംഗമം, ഇനി യുവതീ പ്രവേശനവും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ചൂടുപിടിപ്പിക്കുക ശബരിമല തന്നെയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് വ്യക്തമാക്കാതെ സർക്കാർ ഒളിച്ചു കളിക്കുന്നുവോ എന്നുള്ളതാണ് ഈ ചോദ്യം. ലെവിനാണ് കുറച്ച് ആളുകളോട്, തൃശ്ശൂരുള്ള ആളുകളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ തുടരുമ്പോഴും സംസ്ഥാന സർക്കാർ വിഷയത്തിൽ യാതൊരു നിലപാടും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണത്? രാഷ്ട്രീയമാണോ കാരണം? തൃശ്ശൂരിലെ ജനങ്ങൾ പ്രതികരിക്കുന്നു. അല്ല, ഒളിച്ചു കളിക്കുന്നതാണെന്ന് തോന്നണേ. അല്ലെങ്കിൽ ഇപ്പൊ ആദ്യമേ സ്ത്രീകളെ കൊണ്ട് കയറ്റേണ്ട കാര്യമില്ലല്ലോ. പ്രവേശിപ്പിക്കരുതെന്നാ ഞങ്ങളുടെ പക്ഷം. പ്രവേശിപ്പിക്കാൻ പാടില്ല. അത് അവിടുത്തെ ഒരു നിയമല്ലേ. നിയമം എന്തിനാ നമ്മൾ ലംഘിക്കണ ആവശ്യമില്ലേ? കളിക്കുകയാണ്. അതുകൊണ്ടല്ലേ യുവതികളെ കയറ്റിയേ. ശബരിമല എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലുള്ളത് ഇപ്പോൾ സർക്കാരുകളൊക്കെ അമ്പലം വിഴുങ്ങികളാണ്. അമ്പലം വിഴുങ്ങികൾ അതങ്ങനെ മിണിഞ്ഞുകൊണ്ട് നിൽക്കും. ഇപ്പം നിലനിൽക്കുന്ന രീതിയിൽ തന്നെ പോകണമെന്നാണ് ആഗ്രഹം. സ്ത്രീകൾ ഇത്ര നാളെ അവിടെ ശബരിമലയ്ക്ക് കയറ്റിണ്ടായിരുന്നില്ലല്ലോ. ഇനി ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ ഇതൊന്നല്ല, നമ്മളെ ആ ധർമ്മശാസ്ത്രത്തിനോടുള്ള വിശ്വാസം കൊണ്ട് ഇനി അങ്ങനെ സ്ത്രീ ഇത് വേണ്ട, ഇതുവരെ ഇല്ല, അത് വേണ്ട എന്നാണ് അഭിപ്രായം. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും തെറ്റുണ്ട്. സർക്കാരിനോട് ശരിക്കും വ്യക്തിയായിട്ടുള്ള നിലപാടില്ലെന്ന് എൻ്റെ അഭിപ്രായം. അത് സർക്കാരും കൂടിയിട്ട് ഒത്തു കളിച്ചിട്ടാണത്. രണ്ടു കൂട്ടിയും കൂടി ഒത്തു കളിച്ചിട്ടാ. തട്ടിപ്പ് ചെയ്താലേ പിന്നെ അവരതിനെ അതിൻ്റെ ചുറ്റക്കി വിടണം. അതല്ലേ വേണ്ടത്? സ്ത്രീകൾക്ക് എതിരായിട്ട് ഇപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനെതിരെ സർക്കാർ നല്ലൊരു തീരുമാനത്തിൽ തന്നെ എത്തണം. അങ്ങനെയാണ് എടുക്കണം. എന്തായാലും സ്വീകരിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഇലക്ഷൻ വരല്ലേ, അപ്പോൾ അതിനെ അവർക്ക് ജയിക്കാനുള്ള വീണ്ടും. അപ്പം അതിനെല്ലാവരും മറയായിട്ട് എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുന്നതായിരിക്കും. അതാവും സർക്കാർ ഇതിൽ നല്ലൊരു നിലപാട് എടുക്കേണ്ടതാണ്. മുഖം നോക്കാതെ കാര്യങ്ങൾ ഭക്തരുടെ കാര്യമനുസരിച്ച് പോകേണ്ടതാണ്. എന്തുകൊണ്ടോ അവർ പോണില്ല. അത് ഈ ഭരണതന്ത്രമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആചാരങ്ങൾക്ക് ഇന്ത്യയിൽ വിലയുണ്ട്. അപ്പോൾ ആചാരങ്ങളാണോ അതോ നിയമപരമായിട്ട് ആണോ എന്നുള്ളതിനെ പറ്റി സുപ്രീം കോടതി ഒരു ലാസ്റ്റിൽ ഒരു ഡിസിഷനിൽ വരണം. അത് വരത്തേക്ക് ഇവരെന്ത് പറഞ്ഞാലും ഇവരെ പറഞ്ഞില്ലെങ്കിലും അവർ തീരുമാനം എടുക്കാൻ പോവുക. അതിനെയൊക്കെ പണ്ടത്തെ പോലെ തന്നെ നിലനിർത്തണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാരണം ഒരു ദിവസം കൊണ്ട് നമ്മളൊരു ബിലീഫും അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പാടില്ല. സർക്കാരായാലും കോടതി ആയാലും ആരായാലും നടന്നുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തണം എന്നുള്ളൊരഭിപ്രായക്കാർ. സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടത്. ജനങ്ങൾക്ക് ആനുകൂല്യമായിട്ടുള്ള തീരുമാനമാണ് നല്ലത്. സ്ത്രീ പ്രവേശനം വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതാ സർക്കാരുള്ള ഇവരെ കൊത്തുകളി തന്നെയല്ലേ എല്ലാം, അല്ലാണ്ട് ഇങ്ങനെ നടക്കുക സംഭവം. ശബരിമലയിൽ യുവതികൾ കയറേണ്ടതില്ല, ആചാരം അതേപടി സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് അഭിപ്രായം ചോദിച്ച ഭൂരിഭാഗം ആളുകളുടെയും പ്രതികരണം. എന്നാൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് കൃത്യമായ ഒളിച്ചുകളിയുണ്ടെന്നും ബഹുഭൂരിപക്ഷം പേരും അഭിപ്രായം പറയുന്നു. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ. അതുതന്നെയാണ് ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം അത്തരത്തിലാണ്. പക്ഷേ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്താണ് നിലപാട് കൃത്യമായി പറയാത്തത് എന്നുള്ള കാര്യം കൂടി ജനങ്ങൾ ചോദിക്കുന്നുണ്ട്.